സൈലക്സ്, നിങ്ങളുടെ സ്റ്റേഷനിൽ മരണപ്പെട്ട ഈ പറയുന്ന വ്യക്തി ഒരു കോൺവിക്റ്റ് ആയിരിക്കാം, ബട്ട് ഹീസ് എ ഹ്യൂമൻ ബീങ് ടു. അപ്പോൾ അയാൾ കാരണം സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട 3 കുട്ടികളോ? അവർ ഹ്യൂമൻ ബീങ്സ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തെറ്റല്ലാതാവൂ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഐ ഓൾറെഡി ടോൾഡ് യു. ഒരു കംപ്ലീറ്റ്ലി പ്രൊവോക്ഡ് ആയ മോബിൻ്റെ കയ്യിൽ നിന്നാണ് അയാളെ ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്നത്. ഹി വാസ് ഓൾറെഡി ബീറ്റൺ അപ്പ് ബൈ ദെൻ. സോറി, അയാളുടെ മരണ കാരണം അത് തന്നെയാണ്. യു ക്യാൻ ചെക്ക് ദി ഓട്ടോപ്സി റിപ്പോർട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ. ലിസൺ, ഐവ് ഓൾറെഡി ഗോൺ ത്രൂ എ ലോട്ട്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ. ഈവൻ റിഗാർഡിംഗ് അഡോപ്റ്റിംഗ് എ ചൈൽഡ്. I've never misused my uniform. This is not just a profession for me. It's a passion. Yes, ഇത് തന്നെ, സെയിം നമ്പർ. എപ്പോഴായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു 2 weeks ബാക്ക് ആ ഹിയറിംഗിൻ്റെ അന്ന്. ആദ്യം ഞാൻ കരുതിയത് പ്രാങ്ക് കോൾ ആയിരിക്കും. ഒരു മെൽവിൻ ഫിലിപ്പിന്റെ പേരിലെ കണക്ഷൻ റീസെൻ്റായി എടുത്തതാ. മാറ്റർ അതല്ല, ഇവനാകെ 5 കോളുകളെ ഔട്ട് ഗോയിങ് വിളിച്ചിട്ടുള്ളൂ. ആൻഡ് ദ ഫണി പാർട്ട് ഈസ്, ഈ 5 കോളുകളും അവൻ വിളിച്ചിരിക്കണത് നിന്നെയാ. ബെസ്റ്റ്. ഇനിയിപ്പോൾ ഉമാ സത്യമൂർത്തിയെ ഞാനാ തട്ടിക്കൊണ്ടുപോയെന്ന് പറയാലോ. അല്ല, നല്ല ബെസ്റ്റ് ടൈമാണേ. കേസ് ഫയലാ, ജസ്റ്റ് ഗോ ത്രൂ. അതെ, എന്നെ അങ്ങ് വിട്ടേര്, അല്ലെങ്കിൽ ഒരു കേസിന്റെ പൊല്ലാപ്പ് തീർന്നിട്ടില്ല. അപ്പോഴാ വേറൊരെണ്ണം. ഹീസ് ആ പ്രൈം സസ്പെക്ട്. അവൻ എന്തിനു നിന്നെ വിളിച്ചു എന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ കേസിന്റെ ആവശ്യമാണ്. ആൻഡ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഒരു പ്രോബ്ലം വന്നപ്പോൾ കണ്ടു ഇവിടെ പലരുടെയും റെസ്പോൺസിബിലിറ്റി. താതാ ബാല വിളിച്ചിരുന്നു. Why don't you take up this case? Anu, let's talk something else. About what, Silex? Adoption കുറിച്ചോ? In this situation, it's not going to work. പിന്നെ ആ ട്രീറ്റ്മെന്റ് പ്രോബ്ലം എനിക്കല്ലല്ലോ. I didn't mean to hurt you. Just think. ഈ കേസ് നിനക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞ കരിയറിൽ നിന്റെ എല്ലാ ബ്ലാക്ക് മാർക്കും മാറും. പുറത്തെപ്പോഴാ പോയെന്ന് തനിക്കറിയില്ലല്ലേ? ഇല്ല സാർ. ആ, ഇവിടെ ഈ മെൽവിന് പരിചയക്കാരും ഇല്ലേ? ഇല്ല സാർ, പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ. ആരോടും അങ്ങനെ അധികം സംസാരിക്കാറില്ല. വിസിറ്റേഴ്സ് അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ആരെങ്കിലും വന്നാലായി. ഇന്നലെ രാത്രി എത്ര മണിക്ക് വന്നു എന്നാ പറഞ്ഞ? പതിവിലും വൈകിയാ സാർ എത്തിയത്. പക്ഷേ സമയം ഇവിടെ വന്ന ഉടനെ ഞങ്ങളെ അറിയിക്കണം. അറിയിക്കാം സാർ. ആ, വാ. ഓ ശരി. മാം, ഉമാ സത്യമൂർത്തി ഗെറ്റ് ടുഗദറിന് എത്തിയതിനു ശേഷമുള്ള എല്ലാ വിഷ്വൽസും ചെക്ക് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ. മാം, കൃത്യം 7:12 ഉമയുടെ കാർ പാർക്കിങ്ങിലെത്തുന്നത്. മാം, ഉമ പാർട്ടി ഹാളിലേക്ക് എത്തുന്നത് 7:21. നൗ സീ ദിസ് മാം. ഉമയെ ഹാളിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് 3 പേരെ കണ്ടോ? ജസ്റ്റ് വാച്ച് ദാറ്റ് ഗൈ. ആ 3 പേർക്ക് അരികിൽ നിൽക്കുന്ന ആൾ, ദാറ്റ്സ് മെൽവിൻ. ഗെറ്റ് ടുഗദറിന് വന്നവരുടെ ലിസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. ഹി വാസ് എ കോളേജ് മേറ്റ്. ഇത് ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലെ ക്യാമറമാൻ. ഇതിൽ ഉമയുടെ കാറിന് തൊട്ട് പിന്നിൽ പോകുന്ന ഗ്രേ സാൻഡ്രോ ഉണ്ടോ? ദാറ്റ്സ് മെൽവിൻസ് കാർ. ഓക്കെ, രാജീവ്, മാം, ടേക്ക് ഹിം ഇമ്മീഡിയറ്റ്ലി. യെസ് മാം. നാല് വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2011 നവംബർ 13,
അന്നാണ് താങ്കളുടെ മകൾ ഏഞ്ചൽ മിസ്സിംഗ് ആവുന്നത് അല്ലേ? അതെ. മകളുടെ മിസ്സിംഗ് താങ്കളുടെ ഭാര്യ ഷെറിനെ ഡിപ്രഷനിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഡ്രഗ് അഡിക്റ്റ് ആക്കി മാറ്റുകയും ചെയ്തു. അവളെ അവിടെ നിന്നും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു. ബട്ട് അപ്പോഴേക്കും യുവർ ഓണർ, ഏതൊരു മനുഷ്യ മനസ്സിനെയും ഞെട്ടിക്കുന്ന ക്രൂരതയാണ് ഈ നിൽക്കുന്ന പ്രതി ചെയ്തിരിക്കുന്നതെന്ന് സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതി അർഹിക്കുന്ന പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. Any further submissions? ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഷേഡൻ എന്ന പേരിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? സർ, നിങ്ങളാണോ മെൽവിൻ? അതെ. വരൂ. ബാൽക്കണിയിൽ നിന്ന് ചാടിയതാ. സ്പോട്ടിൽ തന്നെ ഡെത്ത് സംഭവിച്ചു. മെൽവിൻ്റെ പഴയ കോളേജ് മേറ്റ് ഇന്നൊരു ഫേമസ് ആക്ട്രസ് ആണ്. കോളേജ് സമയത്ത് തോന്നിയൊരു ഇൻഫാറ്റുവേഷൻ, അതോ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് കണ്ടിട്ടുള്ളൊരു ജലസി? എന്തായിരുന്നു കാരണം? ഷീ സേഫ് മാഡം. Where is she? ഉമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഞാൻ വരുത്തിയിട്ടില്ല സർ. ആഫ്റ്റർ ഓൾ ഷീസ് എ സെലിബ്രിറ്റി. നമ്മുടെ കുറവൊന്നും പുള്ളിക്കാരി അറിയാൻ പാടില്ലല്ലോ. ഈ സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടില്ല. അവരുടെ ലൈഫിലെല്ലാം ബെറ്ററാണ്. ബെറ്റർ ഫുഡ്, ബെറ്റർ ക്ലോത്ത്സ്, എവറിത്തിങ് ഈസ് ബെറ്റർ. So I gave her a better death. A painless death. What did you say? I killed her. ഹലോ. മെൽവിനോടൊരൊറ്റ ചോദ്യം. എത്രമാത്രം വിശ്വാസമാണ് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക്? SP-യും IG-യും എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന്. ദാറ്റ് ഐ ക്യാൻ ഹാൻഡിൽ. ബട്ട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വാട്ട്? നമ്മൾ ഇന്നലെ മെൽവിനെ തെളിവെടുപ്പിന് കൊണ്ടുപോയ ചരൽക്കുന്നിന് ഒരു പ്രത്യേകതയുണ്ട്. 1 in 3 months അവിടെ ഡാൻസ് ഫോഗ് ഇറങ്ങും. പിന്നെ നിയർലി 21 days അത് കണ്ടിന്യൂ ചെയ്യും. സോ 12 ദിവസം കഴിഞ്ഞ് അവിടെ വീണ്ടും ഫോഗ് ഇറങ്ങും. പിന്നെ നമുക്ക് ബോഡി റിട്രീവ് ചെയ്യാൻ സാധിക്കില്ല. Hey, well played, man. ഗുഡ് ഗെയിം സർ. Thank you. താങ്ക് യു മാം. Yeah. സപ്പോസ് മെൽവിൻ പറഞ്ഞ കഥ സത്യമാണെന്നിരിക്കട്ടെ. ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് അവന് ഓർമ്മയില്ല. വിൽ ഗിവ് ഹിം സം മോർ ടൈം. ബോഡി എവിടെയാണെന്ന് ഓർത്തെടുത്താൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. അതല്ല, സ്റ്റോറി മറിച്ചാണെങ്കിൽ നമ്മൾ നമ്മുടെ അപ്രോച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. ഹൗ അബൌട്ട് സൈക്കിക് ലിവർ? ഇന്ററോഗേഷൻ ടൈമിൽ സസ്പെക്ട് അറിയാതെ അവരുമായിട്ട് അടുക്കുന്ന ഒരു മെത്തേഡാണത്. അവർ പറയുന്ന കള്ളങ്ങൾ നമ്മൾ ട്രസ്റ്റ് ചെയ്തതായി അവർക്ക് ഫീൽ ചെയ്യണം. യെസ്, അതിന് അവനുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കണം. അവൻ പോലും അറിയാതെ സ്പോട്ട് എവിടെയാണെന്ന് അവനെ കൊണ്ട് പറയിക്കണം. ഈ ഇന്ററോഗേഷൻ റൂം എന്ന കോൺസെപ്റ്റ് പോലും പാടില്ല. ബട്ട് വേ? ഇന്നലെ അവിടെ എത്തുന്നത് വരെ എനിക്കെല്ലാം വ്യക്തമായിരുന്നു സർ. പക്ഷേ ആ ആൾക്കൂട്ടം ബഹളമൊക്കെ കണ്ടപ്പോൾ ഒന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. അതാ. ഇറ്റ്സ് ഓക്കെ മെൽവിൻ, ഞങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഒന്ന് ഓർത്തു നോക്കൂ. അന്ന് രാത്രി അവിടെ കണ്ട ബോർഡോ ലാൻഡ്മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന്? മെൽവിൻ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. മെൽവിൻ്റെ കാർ അവിടെ എത്തുമ്പോൾ
അറൌണ്ട് 1:30 ഇൻ ദ നൈറ്റ്. അവിടുന്ന് ഏകദേശം 300 മീറ്ററോളം വലിച്ചഴിച്ചാണ് ബോഡികൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ പിക്കാക്സ് എടുക്കാൻ വീണ്ടും കാറിലേക്ക്. അതേ പിക്കാക്സ് കൊണ്ട് ഗ്രൗണ്ടിൽ 6 അടി താഴ്ചയിൽ സർ, ഒരു കാര്യം, ഈ ബോഡി മറവ് ചെയ്ത് തിരിഞ്ഞ് നടന്നു വരുന്ന വഴി വെള്ളം ശക്തിയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ഏതൊരു പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകുന്ന പോലെ. രാജീവ്, യെസ് മാം. കോൺടാക്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഫോറസ്റ്റ് ഏരിയയിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏരിയ ഉടനെ സെർച്ച് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ. ഹലോ. ഓക്കെ. മെൽവിൻ പറഞ്ഞ ഏരിയയിൽ എവിടെയും അങ്ങനെ ഒരു പൈപ്പ് പൊട്ടിയിട്ടില്ല. പക്ഷേ ബാല, വിൽ ഗിവ് ഹിം സം മോർ ടൈം. അവൻ ആലോചിക്കട്ടെ. ജയൻ, ടേക്ക് ഹിം. യെസ് സാർ. അവൻ നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല. എന്താ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. Whatever happened, just forget it. In the next option. Sir, all we have is just 6 days. Once out of fog start ചെയ്ത things may get real bad. 6 ദിവസത്തിനുള്ളിൽ സ്പോട്ട് എവിടെയാണെന്ന് അവനെ കൊണ്ട് പറയിക്കണം. ബട്ട് ദർ ഇസ് അനദർ പ്രോബ്ലം സർ. ജില്ലാ ജയിൽ പെറ്റി ക്രിമിനൽസിന്റെയും പൊളിറ്റിക്കൽ ഗുണ്ടാസിന്റെയും ഒരു ഹബ്ബാണ്. അവിടുന്ന് സ്ഥിരമായി പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മെൽവിൻ എത്രത്തോളം അല്ലെങ്കിൽ എത്ര നാൾ സേഫ് ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. മെൽവിൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാധിക്കുന്നത് നമ്മുടെ കേസിനെ ആയിരിക്കും. സോ വി ഹാവ് ടു എൻഷുർ ഹിസ് സേഫ്റ്റി ബൈ ഓൾ മീൻസ്. ഇതൊരു ഹൈ പ്രൊഫൈൽ കേസല്ലേ ബാല? ജയിൽ ഡിപ്പാർട്ട്മെന്റ് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. അയാൾക്ക് വേണ്ടിയുള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും ഞാൻ നേരിട്ട് നോക്കിക്കോളാം. ഓക്കെ? താങ്ക് യു സർ. താങ്ക് യു സർ. ഹലോ. രാജീവാണ് മാം. ആ രാജീവ്, പറ. മാം, ജില്ലാ ജയിലിൽ ചെറിയൊരു സംഘർഷം നടക്കുന്നു. വാട്ട്? യെസ് മാം. എപ്പോ? അവിടുന്ന് ജയിലറുടെ കോൾ ഉണ്ടായിരുന്നു മാം. എന്നിട്ട് പ്രതികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് തോന്നുന്നു. മാം, കാര്യങ്ങൾ കുറച്ച് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. മെൽവിൻ, മാം, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഇമീഡിയറ്റ് ആക്ഷൻ. സി രാജീവ്, നമ്മുടെ ഒരു ടീം ഉടനെ അവിടെ എത്തണം. യെസ് മാം. മെൽവിൻ എന്തെങ്കിലും പറ്റി അറിയാലോ? വി ആർ ഡൺ. ബട്ട് മാം, ജയിൽ പ്രമിസസിൽ കയറാനുള്ള പെർമിഷൻ? ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ മാം. നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം, ജില്ലാ ജയിലിനുള്ളിൽ ഒരു പ്രതി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. പ്രതി ആരാണെന്നോ അയാളുടെ അവസ്ഥ എങ്ങനെയെന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഏതായാലും ജയിലിനുള്ളിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. അപ്പോ കൊടുക്കൂ, തിരിച്ചു കൊടുക്കൂ. സോറി, കൊടുക്കൂ. സോറി. പാർക്കിൽ കളിക്കാൻ പോകുമ്പോൾ ദൂരെ എങ്ങും പോകരുതെന്ന് മോളോട് അച്ഛൻ പറയാറില്ലായിരുന്നോ? മോളെ കാണാതായപ്പോ അച്ഛൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? സോറി അച്ഛാ. സാരില്ല.
നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം സൈനുദ്ദീൻ എന്ന പേരുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ജയിലിൽ ആക്രമിക്കപ്പെട്ടത്. കാഞ്ഞിരപ്പള്ളി പീഡനക്കേസിൽ പ്രതിയായ ഇയാൾ അടുത്തിടെ ചില പ്രതികളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രതികാരമാണ് പകപോക്കലിന് കാരണമെന്ന് കരുതുന്നു. മെൽവിൻ ഇതുവരെ പറഞ്ഞു നിർത്തിയത് എമിലിന്റെയും ഷെറിന്റെയും സ്റ്റോറിയായിരുന്നു. ഇതിനിടയ്ക്ക് വിട്ടുപോയ ആളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഉമാ സത്യമൂർത്തി. ദിയ ഉമയുടെ മകളാണ്. ഏഞ്ചലിന്റെ അത്രയും പോലും പ്രായമില്ല. മരണത്തെക്കാൾ പെയിൻഫുൾ ആണ് മെൽവിൻ. വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന. ആ വേദന മറ്റാരെക്കാളും നന്നായി മെൽവിൻ അറിയാവുന്നതല്ലേ. ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരികെ കൊടുക്കാൻ മെൽവിന് കഴിയില്ല. പക്ഷെ ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്. ആ സ്പോട്ട് എവിടെയാണെന്ന് പറയാം. അമ്മയെ കാണാനുള്ള ഈ കുട്ടിയുടെ ലാസ്റ്റ് ഓപ്ഷനാണ്. മാഡത്തിന് തെറ്റുപറ്റി. മരണത്തേക്കാൾ വലിയ വേദന വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴല്ല, വേണ്ടപ്പെട്ടവർ ചതിക്കുമ്പോഴാണ്. ഒരു തെറ്റ് തിരുത്താൻ ഏറ്റവും നല്ല മാർഗം മറ്റൊരു ശരിയാ. ഇവിടെ തെറ്റ് ചെയ്തത് അവനും അവളും അല്ലേ? അവരെ കൊന്നപ്പോൾ ഞാൻ ചെയ്തത് ശരിയല്ലേ? തെറ്റല്ലല്ലോ. നമുക്കിവിടെ ഒരു നിയമമില്ലേ മെൽവിൻ? നിയമം നമുക്കൊന്നേ ഉള്ളൂ സർ. അത് കർത്താവിൻ്റെ നിയമമാണ്. ആ കോടതിയിൽ തെറ്റ് ചെയ്തത് ഞാനല്ല, അവളാ. ആ ടോപ്പിക്ക് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അല്ല സർ, നമ്മൾ ആണുങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ആ ടോപ്പിക്ക് തന്നെയാണ്. സാറിന് നെഞ്ചിൽ കൈവച്ച് പറയാനൊക്കുമോ സാറിൻ്റെ ഭാര്യ സാറിനെ ചതിക്കത്തില്ല എന്ന്? പറ്റില്ല. കാരണം ആണിനറിയാത്തതായി ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, അത് പെണ്ണാ. മാഡം പറ, ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാണിനൊപ്പം കഴിയാൻ മാഡത്തിനാണ് സാധിക്കുമോ? ഒന്നും നിങ്ങൾക്കിപ്പോൾ വിശ്വാസം വരില്ല. പക്ഷെ ഒരിക്കൽ നിങ്ങൾ അറിയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന്. മതി. രാജീവ് സർ, ടേക്ക് ഹലോ. യാ ഓക്കെ. ജയിലറാ. ഇടയ്ക്കൊരു ഗാങ് ഇവനെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു എന്ന്. ദിവസം ചെല്ലുന്തോറും റിസ്ക് ഇവന് തന്നെയാ. ടെൻഷൻ അടിക്കണ്ട. വിൽ somehow get him to talk. എങ്ങനെ? എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെയിം ടോപ്പിക് അല്ലേ? ഐ തിങ്ക് വി ആർ ഹെഡിങ് ദ റോങ് ഡിറക്ഷൻ. Hey, come on.